അമിത ചാർജ് ചോദ്യം ചെയ്തതിന് ഓട്ടോ ഡ്രൈവർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. സംവിധായിക കുഞ്ഞില മസ്ലാമണിക്കാണ് കോഴിക്കോട് നഗരത്തിൽ വെച്ച് ദുരനുഭവം ഉണ്ടായത്. മീറ്റർ ചാർജിനേക്കാൾ കൂടുതൽ രൂപ ആവശ്യപ്പെട്ടത് ചോദ്യം ചെയ്തതോടെ ഭീഷണിപ്പെടുത്തിയെന്ന് സംവിധായിക പറയുന്നു. പലതവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസമാണ് രാത്രിയിൽ കോഴിക്കോട് വെച്ച് തനിക്കുണ്ടായ ഒരു ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് യുവ സംവിധായികയായിട്ടുള്ള കുഞ്ഞില മസ്ലാമണി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഓട്ടോ നിരക്ക് അമിതമായ നിരക്ക് ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഓട്ടോക്കാരനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവമാണ് കുഞ്ഞില മസ്ലാമണി പങ്കുവെച്ചത്. ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം കുഞ്ഞില ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ശരിക്കും എന്തായിരുന്നു അന്ന് രാത്രിയിൽ ഉണ്ടായത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ പകലും മീറ്റർ ചാർജ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഇല്ല. അപ്പം ഇത് അറിയാവുന്നതുകൊണ്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു എത്രയാണെന്ന് ചോദിച്ചു. അപ്പം സ്ഥലം പറഞ്ഞപ്പോൾ 120 എന്ന് പറഞ്ഞു. 120 എന്ന് പറഞ്ഞ് കയറി വീട്ടിലെത്തി കഴിഞ്ഞപ്പം പിന്നെ പൈസ എടുക്കാൻ നേരത്ത് ഞാൻ ഫോണിൽ ടോർച്ച് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല ആളുടെ അടുത്ത്. അപ്പോൾ ടോർച്ച് അടിച്ചിട്ടാണ് പൈസ എടുക്കാൻ നോക്കിയിരുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു ഭാഗം അങ്ങേരുടെ കയ്യിൽ കൊടുത്തു ഞാൻ പിടിക്കാനായിട്ട്. അപ്പം ഞാൻ 120 കൊടുത്തു. 100ൻ്റെ ഒരു നോട്ടും 20ൻ്റെ ഒരു നോട്ടും. അത് കൊടുത്തപ്പോഴേക്കും അങ്ങേര് 160 പറഞ്ഞു. എന്നിട്ട് ഫോൺ വിട്ടില്ല. ഒരു അറ്റം ആളുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഫോൺ പിടിച്ചു വെച്ചപ്പോൾ ഞാനത് ഭയങ്കര ശക്തിയിൽ വലിക്കേണ്ടി വന്നു. അങ്ങനെ ഭയങ്കര ശക്തിയിലാണ് ആ വീഡിയോയിൽ കാണാൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. അപ്പം പിടിച്ചു വെച്ചിട്ട് ഭയങ്കര ശക്തിയിൽ വലിച്ചിട്ടാണ് ഫോൺ തിരിച്ചു കിട്ടിയത്. അപ്പം ഫോണ് തിരിച്ചു വാങ്ങിയതും ഞാൻ അങ്ങോട്ട് കയറി വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പേടിയായി. ഞാൻ ഉടനെ പോയിട്ട് ഓട്ടോൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പം അങ്ങേരെ അത് പറഞ്ഞായി ബഹളം, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്ന ഓട്ടോൻ്റെ പ്രത്യേകിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ഓട്ടോൻ്റെ നമ്പർ എടുക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ അയാൾ ഗേറ്റ് കിടന്ന് പുറകെ വന്നു, ബഹളായി. എന്താണ് പൈസ തരാണ്ട് പോകാമെന്നാണോ വിചാരം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൊടുത്ത 120 അയാൾ വലിച്ചെറിഞ്ഞു കൂടെ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും എന്താണ് നിന്നെ വിവരം അറിയിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പോലീസിനെ വിളിച്ചു. അപ്പോൾ അവർ വണ്ടി അയക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വണ്ടി വന്നിട്ട് അവിടെ ബ്ലോക്ക് ആയത് കാരണം വണ്ടി മാറ്റാനായിട്ട് ഹോൺ അടിച്ചപ്പോൾ അങ്ങേര് വണ്ടി മാറ്റാനായിട്ട് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നില്ല. ഞാൻ പോലീസിനെ വിളിച്ചോണ്ടാന്ന് തോന്നുന്നു. അങ്ങേര് വണ്ടി എടുത്ത് പോയി. വണ്ടി എടുത്ത് പോണ വഴിയിലാണ് അയാൾ അസഭ്യം പറഞ്ഞതും നിനക്ക് പണി ഞാൻ വേറെ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയത്.